ക്ലിയർ ഉണ്ടോ? ആ ആളെന്നെ. അല്ലെങ്കിൽ ഞാൻ 40 നമ്പർ ഉണ്ട്, 40 നമ്പറിൽ നിന്ന് വിളിക്കും ഞാൻ എടുത്തിട്ടില്ലെങ്കിൽ. ഈ നമ്പറിൽ എൻ്റെ കംപ്ലൈൻറ്റ് ഇതാണ്. പിന്നെ ATM കൗണ്ടറിലെ 2 AC വർക്കല്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിലുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ATM കൗണ്ടറിലെ 2 AC വർക്കല്ല. പിന്നെ മറ്റൊന്ന്, ഇതിനകത്ത് ഏതൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ ഗോഡൗൺ ആക്കി ഇട്ടിട്ടുണ്ട് 2. ഇതിനാരാണ് ഉത്തരവാദി എന്ന ചോദ്യം. നിങ്ങളല്ലെങ്കിൽ അടുത്ത ആളെ നമ്പർ എനിക്ക് നിങ്ങൾ തരണം. പ്രിൻസിപ്പൽ ഓഫീസർ എന്നുള്ള നമ്പറാണിത്. ആ നമ്പറാണ് പിന്നെ സുഹൃത്തുക്കളെ കണ്ടോളിട്ടോ. ആ നമ്പറാണ് പ്രിൻസിപ്പൽ ഓഫീസർ എന്ന് പറഞ്ഞ എഴുതിയ നമ്പറാട്ടത്. ATM ഓഫീസർ അയാൾ എടുക്കുന്നില്ല. ആ നമ്പർ എടുക്കുന്നില്ല. പിന്നെ ജിഞ്ചു സുരേഷ് എന്ന് പറഞ്ഞ ആളാണോ? ഇത് 3 മാസമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ഞാൻ 3 മാസമായിട്ട് ഇവിടെ ഉണ്ട് മാഡം. ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ഒരു ATM ആണ്. ഔട്ട്സോഴ്സ് ചെയ്തിരിക്കുന്ന ഏജൻസി നമ്മൾക്ക് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. 3 മാസമായി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. ഞാൻ 3 മാസമായിട്ട് ഇവിടെ ഉള്ളു. ഞാൻ മലപ്പുറം ജില്ലക്കാരനാണ്. ഞാൻ 3 മാസമായിട്ട് ഇവിടെ ഉണ്ട്. അതിന്റെ AC വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ നടപടികൾ എടുത്തോളാം. സാർ അറിയിച്ചതിന് വളരെ നന്ദി. കാരണം ഇതുവരെ ആരും അറിയിച്ചിരുന്നില്ല. എന്നുവെച്ചാലേ ഞാനിവിടെ ശ്രീചിത്രയിൽ വന്നതാണ്. 3 മാസമായിട്ട് മാഡം ഞാനിവിടെ വന്നതാ. സാർ അറിയിച്ചതിന് വളരെ നന്ദി. അത് AC നന്നാക്കാനുള്ള നടപടികൾ എന്താണെന്ന് വെച്ചാൽ സ്വീകരിക്കുന്നതായിരിക്കും. ഓക്കെ. വേറെ എന്തെങ്കിലും കംപ്ലൈന്റ്സ് ഉണ്ടെങ്കിൽ സാറിന് യു ക്യാൻ കോൺടാക്ട് പ്രിൻസിപ്പൽ നമ്പർ എഴുതി വെച്ചു. അയാളെ നമ്പറിൽ അവിടെ 94 47 58 75 37 അയാൾ എടുക്കുന്നില്ല. സാർ എടുത്തോളൂ. സാർ അവിടെ വിളിച്ചിട്ട് ഇനി എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും. കംപ്ലൈന്റ് ഇതാണ്. ഇത് ഗോഡൗൺ. ഇത് മൊത്തം വീഡിയോ അത് മാത്രല്ല ഇതൊരു ഗോഡൗൺ ആക്കി വെച്ചിട്ടുണ്ട്. അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. ഓക്കെ താങ്ക് യു. തീരുമാനപ്പാവും.